തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് രൂക്ഷം. പഴയതുപോലെ ശക്തമായ ഗ്രൂപ്പുകൾ തിരിച്ചെത്തിയത് നേതൃത്വത്തിന് വെല്ലുവിളിയാകുകയാണ്. കൊച്ചി മേയറെ തെരഞ്ഞെടുക്കുന്നതിൽ നേതാക്കൾക്കിടയിലെ ഭിന്നത തുറന്ന പോരിന് വഴിവെച്ചു. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തെയും വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പ് പോരുകൾ തമ്മിലാണ്. നിലവിലിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുവിധം നേട്ടം കൊയ്യാൻ അവർക്ക് സാധിച്ചു. പക്ഷേ അതോടൊപ്പം വലിയ തലവേദനയായി ഗ്രൂപ്പ് പോരുകളും സജീവമാകുന്ന കാഴ്ച തന്നെയാണോ കാണാൻ കഴിയുന്നത്? ഈ രീതിയിൽ പോകുകയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇത്തരം ഗ്രൂപ്പ് പോരുകൾ കൂടുതൽ കരുത്താർജിക്കുകയും അത് കോൺഗ്രസിന്റെ തന്നെ വലിയ നാശത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കല്ലേ പോകുന്നത്? രോഹിണി, തീർച്ചയായും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തെല്ലാം കോൺഗ്രസിൻ്റെ നേതാക്കൾ KPCC എല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞുടനെ തന്നെ നേതാക്കൾക്കിടയിലെ ഭിന്നത മാത്രമല്ല, ഈ കോൺഗ്രസ് ജയിച്ച സ്ഥലങ്ങളിലടക്കം മേയർ തെരഞ്ഞെടുക്കുന്നതിലടക്കം ഉണ്ടാകുന്ന തർക്കങ്ങളുമെല്ലാം ഗ്രൂപ്പ് പോരുമെല്ലാം വർദ്ധിക്കുന്നൊരു സാഹചര്യമാണുള്ളത്. നമുക്കറിയാം, മുമ്പത്തേക്കാൾ ശക്തമായി വീണ്ടും ഗ്രൂപ്പ് പോരുകൾ ഈ കോൺഗ്രസിനെ KPCCക്ക് തലവേദനയാക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കൊച്ചി മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു ആദ്യ തർക്കമെങ്കിൽ പിന്നീട് അത് തൊടുപുഴയിലേക്കും ഇടുക്കിയിലേക്കും തൃശ്ശൂരേക്കും അതോടൊപ്പം തന്നെ കോഴിക്കോടേക്കുമെല്ലാം പോകുന്നൊരു സാഹചര്യവും കാഴ്ചയും നമ്മൾ കണ്ടു. ഇങ്ങനെ എല്ലായിടങ്ങളിലും കോൺഗ്രസിനുള്ളിൽ വലിയ രീതിയിലുള്ള തർക്കവും പടലപ്പിണക്കങ്ങളും രൂക്ഷമാകുന്നൊരു സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിലെ ഏതാനും ഇടങ്ങളിൽ വിജയിച്ചപ്പോഴേക്ക് തന്നെ ഇത്രയധികം ഗ്രൂപ്പ് പോരുകൾ തലപൊങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റൊന്ന് പറയുന്നത് സാമൂഹികമായിട്ടുള്ള, അതായത് ഈ പല നേതാക്കളും പലതട്ടിൽ നിൽക്കുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സീറ്റ് വിഭജനം അടക്കമുള്ളവർ അല്ലെങ്കിൽ സ്ഥാനങ്ങൾ നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നിൽക്കുന്നു. AI ഗ്രൂപ്പുകൾ പരസ്യമായി തർക്കത്തിൽ ഏർപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെ നേതാക്കൾ തമ്മിലുള്ള ഭിന്നതകൾ രൂക്ഷമായി വരുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളടക്കം ഇതിൽ എതിർപ്പറിയിക്കുന്നു. അജയ് എത്രയിലടക്കമുള്ളവർ ഈ നിലപാടിനെതിരെ, ഈ കൊച്ചിയിലെ മേയർ സ്ഥാനത്ത് ചൊല്ലിയുള്ള നിലപാടിനെതിരെ എതിർപ്പറിയിച്ച് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഈ പലയിടങ്ങളിലും കോൺഗ്രസിലെ തർക്കങ്ങൾ രൂക്ഷമാകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് കാലത്തെല്ലാം കോൺഗ്രസ് പറഞ്ഞത് ഞങ്ങൾ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിൽ നേരിടും, വിജയിക്കും, മറ്റ് ഗ്രൂപ്പ് തർക്കങ്ങളില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നേരിട്ടതെങ്കിൽ അതിപ്പോൾ നേരെ തിരിച്ച് മറിച്ച് പറയുന്ന ഒരു നിലയിലേക്ക് എത്തുന്നു, പരസ്യപ്പോരിലേക്ക് എത്തുന്നു. അത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ തന്നെ ഈ തുറന്നു പറച്ചിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസിലെ ഭിന്നതകൾ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഒരു വിഭാഗം പറയുന്നത് ഇപ്പോൾ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ സ്ഥിതിയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതു സ്ഥിതിയിലായിരിക്കും നേതാക്കൾ തമ്മിലുള്ള ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് കളികൾ എന്താണ് ഒരു വിഭാഗം പറയുന്നത്. എന്തായാലും കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിനും തമ്മിൽ തല്ലിനുമൊന്നും കുറവില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അത് അങ്ങനെ തീരാവുന്നൊരു പ്രശ്നമല്ല എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വീണ്ടും ഇത്തരത്തിൽ ഗ്രൂപ്പ് പോരുകൾ ശക്തമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ മേയർ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം അത് പാർട്ടിക്ക് തന്നെ വലിയ തലവേദന സൃഷ്ടിക്കുന്ന നിലയിലേക്കൊക്കെ എത്തിച്ചേർന്നിരിക്കുകയാണ്. രോഹിണി, ശരി. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.